എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ചെറുപയറും ചവ്വരിയും വെച്ചിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. 2 ഗ്ലാസ് ചെറുപയറും 1 ഗ്ലാസ് ചവ്വരിയും. ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വേവിച്ചെടുക്കണം. ചവ്വരിയും കുതിർക്കാൻ വെക്കണം. പയറ് വെന്ത് വരുമ്പോൾ ചവ്വരി ഇട്ട് കൊടുക്കാം. ഇനി ചെറുപയറും ചവ്വരിയും കൂടി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വെന്ത് കുഴഞ്ഞ് വരണം. വെന്ത് കുഴഞ്ഞ് വന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ 350 ഗ്രാം ശർക്കര നീര് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ശർക്കര നീരിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് വേവണം. ഒരു നാളികേരം പിഴിഞ്ഞതിൻ്റെ ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ട് രണ്ടാം പാല് ശർക്കര നീരൊക്കെ വറ്റി വരുന്ന സമയത്ത് അത് ഒഴിച്ചു കൊടുക്കുക. രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു അധികം വെള്ളത്തിൽ പിഴിയരുത്. 1.5 ലിറ്റർ വെള്ളം അതിൽ പിഴിഞ്ഞിട്ട് രണ്ടാം പാലെടുക്കണം. ഇനി രണ്ടാം പാലിൽ കിടന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറുതായി വരും. ഒക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുള്ളൂ. ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഉപയോഗിക്കുന്നില്ല. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എല്ലാം നന്നായിട്ട് കുറുകി വന്നപ്പോൾ ഒന്നാം പാല് ഒഴിച്ചു കൊടുത്തു. നല്ല കട്ടിപ്പാല്. ഇനി ഇത് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത്. 2 സ്പൂൺ ജീരകം, നല്ല ജീരകവും ഒരു 5-6 ഏലക്കായ പൊടിച്ചതും അതും ഇട്ട് കൊടുക്കുക. പായസം തയ്യാറായി. ഇനി അത് ഇറക്കി വയ്ക്കാം. നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.